മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രണ്ട് BJP MLA മാർ VD സതീശന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സതീശൻ എന്ത് വിവരക്കേടാണ് വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം രണ്ട് BJP MLA മാർ പറഞ്ഞതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ചു പൊറിപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 വിസിമാരും കേരളത്തോട് മാപ്പ് പറയണോ? ഇയാളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഇതല്ലേ യഥാർത്ഥത്തിൽ ബോധമുള്ള മലയാളികൾ ഒരേ സ്വരത്തിൽ VD സതീശന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് ചോദ്യം ഉന്നയിക്കേണ്ടത്? ഈ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്താണ് പ്രശ്നമെന്ന് ഒരു വരി പോലുമില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതെങ്കിലും ഒരു വരിയിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടോ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ആ വരികളിൽ ഉണ്ട് എന്നുള്ളത്? RSS മേധാവി പങ്കെടുക്കുന്നതിൽ വിസിമാര് പങ്കെടുത്തത് ഈ VD സതീശന് ഇഷ്ടമല്ല. അതല്ലേ യാഥാർത്ഥ്യം? ഇതിനെയല്ലേ ഏകാധിപത്യം എന്നൊക്കെ പറയാ? ഇതിനെയാണ് ഏകാധിപത്യം എന്ന് പറയാ. എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ആരും ഒരു പ്രോഗ്രാമിൽ ഇന്ന പ്രോഗ്രാമിന് പങ്കെടുക്കരുത് എന്ന് പറയുന്നതിനെയാണ് ഏകാധിപത്യം എന്ന് പറയാ. BJP ഭരിക്കുന്നിടത്ത് ഇതേപോലെ മറ്റേതെങ്കിലും ആളുകൾ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ പ്രോഗ്രാമിന് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാവും, ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാവും. ഈ സതീശൻ എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത്? യഥാർത്ഥത്തിൽ ഏകാധിപതിയോ പോലെയല്ല ഈ പറഞ്ഞ സതീശൻ വിളിച്ചു പറയുന്നത്. സകല മലയാളിയും ഇത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് V മുരളീധരൻ MLA പറഞ്ഞത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കൂ. ഇന്നലെ തിരുവനന്തപുരത്ത് RSSന്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് നടത്തിയ പ്രഭാഷണ പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വലിയ അപരാധമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, RSS പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈ രാജ്യത്തെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർമാര് ചെയ്തത് തെറ്റാണ് എന്ന് ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത്? RSS നിരോധിക്കപ്പെട്ട സംഘടനയാണോ? അല്ല. ഈ രാജ്യത്ത് ഒരു സ്ഥലത്തും RSS നിരോധിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ സർവകലാശാല ചട്ടങ്ങളോ വിദ്യാഭ്യാസ നിയമമോ RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വ്യക്തമാക്കണം. അപ്പൊ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ ചെയ്തത് വലിയ അപരാധമാണ്, വലിയ ഗൗരവമുള്ള തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിശദീകരിക്കണം. ഒരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിനും അറിയുന്ന ഒരു കാര്യം, അത് അവരുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. കാരണം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ നിരവധി കേന്ദ്രമന്ത്രിമാർ, നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മുഖ്യമന്ത്രിമാർ, ഇവരൊക്കെ RSSുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. RSSന്റെ സ്വയം സേവകനാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകളാണ്. നിങ്ങൾ കേട്ടില്ലേ? യഥാർത്ഥത്തിൽ BJPയുടെ MLA V മുരളീധരൻ പറയുന്നത് കേൾക്കുമ്പോൾ BJP അല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യം നമ്മുടെ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്? കേരളത്തിൽ പോലും BJP തന്നെയല്ലേ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്? ഇവിടെ മാപ്പ് പറയണമെന്നൊക്കെ പറയാൻ എന്ത് അർഹതയാണ് VD സതീശനുള്ളത്? വ്യക്തമായ ചോദ്യമാണ് V മുരളീധരൻ MLA ചോദിക്കുന്നത്.
എന്താണ് നിയമവിരുദ്ധമായിട്ട് വിസിമാർ ചെയ്തിട്ടുള്ളത്? ഒരു നിയമവിരുദ്ധതയും വിസിമാർ ചെയ്തിട്ടില്ല. രാജ്യം ഭരിക്കുന്ന RSS മേധാവി, രാജ്യം ഭരിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് RSS. ഒരു തർക്കമില്ലാത്ത വിഷയ. അതിന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴേക്ക് എന്തൊക്കെ ബഹള. പിന്നെ മുരളീധരൻ എടുത്തു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പ്രധാനമന്ത്രി RSS ആണ്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സകല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും RSS ആണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഈ പറയുന്ന VD സതീശൻ പ്രധാനമന്ത്രിക്ക് അരികിലെത്തിയിട്ടുള്ള പൂക്കെട്ട് കൊടുത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ. പാണക്കാട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയിട്ട് ഗവർണറുടെ വിരുന്നിന് പോയി പങ്കെടുക്കാറില്ലേ? അതേസമയം ഇവര് പങ്കെടുത്ത ഒരു പ്രശ്നമില്ല, വേറെ ആര് പങ്കെടുത്താലും മാപ്പ് പറയണം. ഇതാണ് മുസ്ലിം ലീഗിന്റെ UDF-ന്റെ ഒക്കെ ഒരു നയം. ഇതൊക്കെ സാധാരണക്കാർ തിരിച്ചറിയും. ഈ രാജ്യം ഭരിക്കുന്നതിൽ അതിനിർണായക പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് RSS. അതിനൊന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കേരളത്തിനൊക്കെ മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക? ഈ സതീശനെയൊക്കെ കടന്നാക്രമിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് വായിച്ചേൽപ്പിക്കാം. മുഖ്യമന്ത്രി VD സതീശൻ അറിയാൻ നമുക്ക് കേരളത്തിലെ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. തികച്ചും സത്യസന്ധമായി തന്നെ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്രശക്തികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും പിന്തുണ കൊണ്ട് മാത്രം അധികാരത്തിൽ തുടരുകയും ചെയ്യുന്ന ഒരാൾക്ക് മതേതരത്വത്തെ കുറിച്ചോ ഭരണഘടനയെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചോ സംസാരിക്കാൻ യാതൊരു അർഹതയുമില്ല. ഭരണഘടനയും നിയമവാഴ്ചയും ഉയർത്തിപ്പിടിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മുഖ്യമന്ത്രി RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പൊതുപരിപാടിയുടെ ഭാഗമായതിന്റെ പേരിൽ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ചേർന്നതല്ല. ഭാരതത്തിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കണമെന്ന് പരസ്യമായി വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുടെ കാരുണ്യത്തിലാണ് സ്വന്തം സർക്കാർ അധികാരത്തിലേറിയതെന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മതമാണ് പ്രശ്നമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു മുസ്ലിം ലീഗ് മന്ത്രിയുമായി അധികാരം പങ്കിട്ടുകൊണ്ടാണ് അദ്ദേഹം മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. BJP-യെയും RSS-നെയും കുറിച്ച് ജനങ്ങളിൽ ഭീതി നിറച്ച് മുസ്ലിം വോട്ട് തട്ടിയെടുക്കാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുമുള്ള പഴയ തന്ത്രം ഇനി കേരളത്തിൽ നടപ്പില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലും പ്രീണനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CPIM കേരള ഒറ്റക്കെട്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസും CPIM-ഉം രണ്ടല്ല, ഒന്നാണ്. മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത് ഇതാണ്: സ്വന്തം ദേശീയ ബോധം തുറന്ന് പ്രകടിപ്പിക്കാനും രാഷ്ട്രമാണ് പ്രധാനമെന്ന് ചിന്തിക്കുന്ന നേതാക്കൾക്കൊപ്പം അഭിമാനത്തോടെ നിലകൊള്ളാനും മലയാളികൾക്ക് ഇന്ന് യാതൊരു മടിയുമില്ല. ഇതാണ് മാറ്റം. ഇതൊരു തുടക്കം മാത്രം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ട് ജനാധിപത്യപരമായിട്ട് സുന്ദരമായിട്ടുള്ളൊരു മറുപടിയെ കൊടുത്തത്. ഇതൊക്കെ മലയാളികൾ വലിയ രീതിയിൽ ചിന്തിക്കും. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മത്സരിച്ച് നടക്കുന്ന UDF നേതാക്കന്മാരും VD സതീശനുമാണ് ഈ പറയുന്ന കേരളത്തിൽ വിസിമാർ മോഹൻ ഭാഗവത് പങ്കെടുത്തത് വലിയ പ്രശ്നമാണോ എന്ന് പറയും. നാളല്ലേ സതീശനൊന്നും? സതീശനൊക്കെ യഥാർത്ഥ വർഗീയവാദത്തിനാണ് കൂട്ടുനിൽക്കുന്നത്. മുസ്ലിം മതവർഗീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ്, മതരാഷ്ട്രവാദമുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇവരെ പ്രീണിപ്പിച്ചല്ലേ സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് തന്നെ. ഈ സതീശൻ സർക്കാരിന് RSS-നെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നു? ഇല്ല. സതീശന് ഇഷ്ടമില്ല. സതീശനല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിന് ഇഷ്ടമല്ല. അതിനനുസരിച്ച് സതീശൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റൂ. അപ്പൊ ഉളുപ്പില്ലാതെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ഒരു ഏകാധിപതിയെ പോലെ പറയാണ് മാപ്പ് പറയണമെന്ന്. അതൊക്കെ വല്ല ലീഗ് തറവാട്ടിലും പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്നാണ് ബോധമുള്ള സകല മലയാളിക്കും മുന്നോട്ട് വെക്കാനുള്ളത്.